ഒടുവിൽ ആ സ്ഥിരീകരണം എത്തിയിരിക്കുന്നു. തിങ്കളാഴ്ച തന്നെ രാജ്യത്ത് സുപ്രധാന ബിൽ അവതരിപ്പിക്കും എന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബിൽ അവതരിപ്പിക്കുന്നത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഘ്വാളാണ്. അദ്ദേഹം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരുന്നതായിട്ടാണ് ഏറ്റവും പുതിയ വിവരം വരുന്നത്. ഭരണഘടനയുടെ 129ാമത്തെ ഭേദഗതിയായിട്ടാണ് ബിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ രാജ്യം കാത്തിരുന്ന വമ്പൻ ബില്ലെത്തുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് തിങ്കളാഴ്ച അവതരിപ്പിക്കും. അതിനോടൊപ്പം തന്നെ അവതരിപ്പിക്കപ്പെടുന്ന മറ്റു ബില്ലുകൾ ജമ്മു കാശ്മീർ, പുതുച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ യോജിപ്പിക്കുന്നതിനുള്ള ബില്ല്, ഗവൺമെൻറ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ദില്ലി ആക്ട് എന്ന ബില്ല്, ഈ 3 ബില്ലുകളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ ബില്ലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. BJP MPമാരെല്ലാം തന്നെ നിലവിൽ സഭയിൽ തുടരാൻ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിപ്പ് നൽകിയിരുന്നു 13ഉം 14ഉം സഭയിൽ ഉണ്ടാകണമെന്നുള്ളത്. ഇത് 16 ഡിസംബർ 16 തന്നെ സഭയിൽ ഉണ്ടാകണം എന്നൊരു വിപ്പ് നൽകിയിരിക്കുന്നു. BJPയുടെ ലക്ഷ്യം ഈ ബില്ല് സഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കുക എന്നുള്ളതല്ല, സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുകയും ഒപ്പം തന്നെ രാജ്യം എല്ലായിടത്തും ഈ ബില്ലിനെ കുറിച്ചുള്ള ചർച്ച ആരംഭിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് ഇപ്പോൾ സഭയിലേക്ക് വെക്കുന്നതും. ഇതേ മാതൃകയായിരുന്നു വഖഫ് ബില്ലും. വഖഫ് ബില്ല് ലോക്സഭയിലേക്ക് എത്തിക്കുന്നു, JPC കമ്മിറ്റിക്ക് വിടുന്നു, പിന്നീട് വീണ്ടും അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഇതോടുകൂടി രാജ്യം മുഴുവൻ ഈ വഖഫ് ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്തു. പിന്നീട് അവ നടപ്പാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ BJP പുതിയതായി കൊണ്ടുവരുന്നത്. അതായത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തതിന് ശേഷം അത് ഒരു ദിവസം അങ്ങ് നടപ്പാക്കുകയാണ് രീതി. ഏതായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ലുമായി BJP മുൻപോട്ട് പോകുന്നു. രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അതിനുള്ള എല്ലാ റിപ്പോർട്ടുകളും സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് ഈ ബില്ല് വരുന്നതിനെതിരെ. ഏതായാലും JPC കമ്മിറ്റിക്ക് ഈ ബില്ല് വിടും എന്നുള്ള കാര്യം BJP തന്നെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും വരുന്ന ഈ പാർലമെൻറ്റ് സെഷനല്ല, അടുത്ത പാർലമെൻറ്റ് സെഷനോടുകൂടി ഈ ബില്ല് രണ്ടും പാസ്സാകാനുള്ള സാധ്യത കൂടുതലാണ്. വഖഫ് ബില്ല് ഇതിൽ തന്നെ ഈ ഡിസംബറിൽ തന്നെ അവർ പാസ്സാക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.